അയോധ്യ സംഭാവന കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്കും കാണിക്കേണ്ടതിൽ RSS നേതാവും മുൻ ക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗവുമായ അനിൽ മിശ്ര പ്രധാന മേൽനോട്ടം വഹിച്ചിരുന്നതായി അറസ്റ്റിലായ അവിനാഷ് ശുക്ല ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. അവിനാഷ് ശുക്ല നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ സെന്ററിൽ നിന്ന് QR കോഡ് പതിച്ച സംഭാവന പെട്ടി കണ്ടെത്തി. അതിനിടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉത്തർപ്രദേശ് സർക്കാർ 15 ദിവസം കൂടി സമയം അനുവദിച്ചു. ഫൈസാബാദ് ജില്ലാ ജയിലിലെത്തി കേസിലെ പ്രതി അവിനാഷ് ശുക്ലയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. അവിനാഷിന്റെ വീടിന് മുന്നിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു ചോദ്യം ചെയ്യൽ. ജൂൺ 5-ലെ CCTV ദൃശ്യങ്ങളിൽ അവിനാഷിന്റെ വീട്ടിലെത്തുന്ന ക്ഷേത്ര ഉദ്യോഗസ്ഥരും പോലീസുമാണുള്ളത്. ഇവർ മടങ്ങുമ്പോൾ കറുത്ത ബാഗ് കൈവശമുണ്ടായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പണമാണെന്നും ക്ഷേത്ര ഭാരവാഹികൾക്ക് തട്ടിപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ വിവരം ലഭിച്ചെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗവും RSS നേതാവുമായ അനിൽ മിശ്ര, ചമ്പത് റായിയുടെ മുൻ ഡ്രൈവർ ടിന്നു യാദവ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങളും ചോദ്യം ചെയ്യലിൽ അവിനാഷ് കൈമാറി. കാണിക്ക എണ്ണുന്നതിൽ പ്രധാന മേൽനോട്ടം വഹിച്ചിരുന്നത് അനിൽ മിശ്രയായിരുന്നു. കാണിക്ക എണ്ണുന്ന റൂമിന്റെ താക്കോലുകളിൽ ഒന്ന് സൂക്ഷിച്ചിരുന്നത് ടിന്നു യാദവും. ഇതിനു പുറമെ തട്ടിപ്പ് നടത്തിയ രീതിയെക്കുറിച്ചും പിടിക്കപ്പെടാതിരിക്കാൻ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളെക്കുറിച്ചും അവിനാഷ് പോലീസിനോട് വിശദീകരിച്ചു. മോഷ്ടിച്ച പണം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തുന്നതിന് മുൻപ് താൽക്കാലികമായി ശുചിമുറിയിൽ ഒളിപ്പിച്ചിരുന്നതായും ഇയാൾ വെളിപ്പെടുത്തി. അവിനാഷ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അയോധ്യയിലെ കൗശൽപുരിയിലെ യോഗ സെന്ററിൽ നടത്തിയ പരിശോധനയിൽ പേടിഎം QR കോഡുള്ള പെട്ടി കണ്ടെത്തി. QR കോഡിനൊപ്പം രാമരാജ്യഘോഷ് എന്നെഴുതിയ സ്റ്റിക്കറും പതിച്ചിട്ടുണ്ട്. അവിനാഷും സഹോദരനും യോഗ സെന്ററിലെ താമസക്കാരായിരുന്നു. അവിനാഷ് അടക്കം നിലവിൽ അറസ്റ്റിലായ 8 പേരിൽ 6 പേരും വാരാണസി ആസ്ഥാനമായ സൈനിക് സെക്യൂരിറ്റി സർവീസിലെ ജീവനക്കാരാണ്. ക്ഷേത്രത്തിലെ പണം എണ്ണുന്നതിന് SBI നയാഘട്ട് ബ്രാഞ്ചാണ് സൈനിക സെക്യൂരിറ്റി സർവീസിനെ ചുമതലപ്പെടുത്തിയത്. ഇതോടെ കേസിന്റെ അന്വേഷണം ഏജൻസിയിലേക്കും ബാങ്ക് ജീവനക്കാരിലേക്കും വ്യാപിപ്പിക്കുകയാണ് പോലീസ്. അതേസമയം സംഭാവനക്കുള്ള നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിൽ തിരുത്തൽ നടപടിക്കൊരുങ്ങുകയാണ് RSS നേതൃത്വം. ക്ഷേത്ര പ്രചാരക് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് RSS തലവൻ മോഹൻ ഭാഗവതിന് കൈമാറി. കർണാടകയിൽ ഈ മാസം 10 മുതൽ 12 വരെ നടക്കുന്ന പ്രാന്ത പ്രചാരക് യോഗത്തിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യും. അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ള RSS നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.